ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട കൊണ്ടുള്ളൊരു ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. എന്നും ഒരേപോലെയുള്ള മുട്ടക്കറി വെച്ചിട്ടൊക്കെ മടുത്തവരുണ്ടാവില്ലേ? അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഞാനൊരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. 2 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കുഴക്കുന്നതാവും കേട്ടോ നല്ലത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മുടെ പഴംപൊരിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനും വേണ്ടത്. നമ്മുടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതിയാക്കി കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ബാറ്ററിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൈമക്ക് എണ്ണ തെറിക്കാനോ അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് മുട്ടയായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും മറിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് കുറച്ച് എണ്ണയും 1 കപ്പോളം സവാള, 2 മീഡിയം സൈസിലുള്ള സവാളയാണ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ സവാള ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ്, 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടകം വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി മസാലയൊക്കെ ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിതാ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അധികം ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒഴിക്കാതിരിക്കുന്നതാവും നല്ലത് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തക്കാളിയുടെ സോസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവർ ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാതെയും നമുക്കിത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്കൊന്നുകൂടെ ഇഷ്ടമായത് കോൺഫ്ലവർ ഒഴിക്കാതെ ഉള്ള ഗ്രേവിയാണ് കേട്ടോ. ഇതും ടേസ്റ്റാണ്, ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റാണല്ലോ. എനിക്കൊന്നുകൂടെ ഇഷ്ടമായത് കോൺഫ്ലവർ സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക.
അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.